ഈ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. എറണാകുളം ഞാറക്കലിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിപ്പറമ്പിൽ വീട്ടിൽ സജീവൻ, ഭാര്യ സബിത എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പോലീസ് നിഗമനം. 2 മാസം മുൻപും ഇവർ ആത്മഹത്യ ശ്രമിച്ചിരുന്നു. അതായത് ഏതാനും നാളുകൾക്ക് മുൻപാണ് ഇവരുടെ ഏക മകൻ മരിച്ചത്. അതിൻ്റെ മനോവിഷമത്തിലായിരുന്നു ദമ്പതികളെന്നാണ് വിവരങ്ങൾ. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഈ മകൻ മരിച്ചതിൻ്റെ ഒരു മാനസിക വിഷമം, അതേ തുടർന്നുള്ള ആത്മഹത്യ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ പരിശോധനയിലാണ് ഇരുവരും തൂങ്ങി മരിച്ചത്. മകന്റെ വേർപാട് സഹിക്കാൻ കഴിയാതെയാണ്. 1 വർഷം മുൻപാണ്, 1 വർഷമായില്ല മകൻ മരിച്ചിട്ട്. ഏക മകനാണ് മരിച്ചത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാനസിക വിഷമം ഇരുവരെയും കുറേ നാളുകളായി അലട്ടിയിരുന്നു. 2 മാസം മുൻപും സമാനമായ രീതിയിൽ ആത്മഹത്യാ ശ്രമം നടന്നു. അന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു കുടുംബാംഗങ്ങൾ ചേർന്ന്. പിന്നീടാണ് വീണ്ടും ഇന്നലെ രാത്രിയോടുകൂടി, ഇന്ന് പുലർച്ചെയായിട്ടും വീട്ടിൽ നിന്നും ഇരുവരെയും പുറത്തേക്ക് കാണാത്തതോടുകൂടിയാണ് സംശയം തോന്നിയ നാട്ടുകാർ പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ഞാറയ്ക്കൽ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. മകൻ മരിച്ചതിന്റെ മാനസിക വിഷമമാണ് എന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വളരെ വിഷമം ഇരുവർക്കും നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്, നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ആത്മഹത്യാക്കുറിപ്പടക്കം പരിശോധിക്കുന്നുണ്ട്, വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെയും ഒപ്പം നാട്ടുകാരുടെ ഒക്കെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. മകന്റെ മരണം മാത്രമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇവരെ അലട്ടിയിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഏറെ വേദനയോടുകൂടി തന്നെ ആണ് അത് ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. കാരണം മകൻ മരിച്ചതിന്റെ വളരെ വേദനയിലായിരുന്നു. 70, 69 വയസ്സാണ് വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടൽ, അത് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കാറുണ്ട് വൃദ്ധ ദമ്പതികളെ സംബന്ധിച്ച്, വയോധികരായ മാതാപിതാക്കളെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും മക്കൾ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴൊക്കെ വാർദ്ധക്യകാലത്ത് തനിച്ചുള്ള ജീവിതം, അതാണ് പലരെയും വിഷാദ രോഗികളാക്കി മാറ്റുന്നത്, ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പൊതുസമൂഹത്തിന് പലപ്പോഴും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഇനി ജീവിക്കണം എന്നാണ് പലരും ചിന്തിക്കുന്നത്. കാരണം ഏക മകനാണ്, നഷ്ടപ്പെട്ടു, ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്നൊരു ചോദ്യമാണ് പലരുടെയും മനസ്സിൽ വരുന്നത്. അതാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കാരണമാകുന്നത്. പക്ഷെ ഇവിടെ സ്വാഭാവികമായും അത്ര ആത്മഹത്യാ പ്രവണത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനഃശാസ്ത്രജ്ഞരെ സമീപിക്കാം, അതല്ലെങ്കിൽ അതിനുള്ള പരിഹാരമുണ്ട്. കാരണം എന്തൊരു പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആത്മഹത്യാ പ്രവണത ഉണ്ടാകുമ്പോഴും കാരണം മകൻ്റെ ഓർമ്മകളുമായി ജീവിക്കുക, അല്ലെങ്കിൽ മകന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ നാട്ടിലെ മറ്റ് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് ശിഷ്ടകാലം ജീവിക്കുന്ന, അവരുടെ ജീവിതം അർത്ഥവത്താക്കുന്ന നിരവധി ദമ്പതികളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു വലിയൊരു ഒറ്റപ്പെടൽ ഇവർ അനുഭവിച്ചു. ഈ ഒരു പ്രശ്നം, അതായത് ഇതിനു മുൻപ് ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിട്ടും കൃത്യമായൊരു ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ഒരു വിദഗ്ധമായ ചികിത്സയോ ഒരു നിരീക്ഷണമോ ഇവരുടെ മേലുണ്ടായില്ല. അതല്ലേ ഇരുവരെയും വീണ്ടും ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനും രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടാനും കാരണമായത്? അതെ, ടോം പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം വാർദ്ധക്യ അവസ്ഥയിലേക്കാണ്, വാർദ്ധക്യ രീതിയിലേക്കാണെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്കാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തണലാകേണ്ട, താങ്ങാകേണ്ട മകനാണ് അവരുടെ കൺമുന്നിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ വേർപെട്ടു പോയത്. അപ്പോൾ സ്വാഭാവികമായും ആ മാതാപിതാക്കൾക്ക് വലിയ വേദനയുണ്ടാകും. മുൻപ് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് സമൂഹം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകണം. അതായത് മാനസിക വിദഗ്ധന്റെ അടുത്ത് കാണിക്കുകയും അവർക്ക് അതിനു വേണ്ടിയിട്ട്, അതിൽ നിന്നും മുക്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സഹായം ഒന്നും തന്നെ ഇവർ തേടിയിട്ടില്ല എന്നാണ്
മനസ്സിലാക്കുന്നത്. ഒപ്പം അവരുടെയൊക്കെ വിദഗ്ധ അഭിപ്രായം തേടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇനിയുള്ള ജീവിതം ഈ ആരോരുമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നല്ല രീതിയിലേക്ക് ചിലവാക്കുവാനും അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഏകാന്തതയിൽ നിന്നും അവരെ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അവരെ ആരും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ അവർ ആ മകന്റെ വേർപാടിൽ അത്രത്തോളം വേദനയിൽ തന്നെയാണോ ഇരുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളടക്കം അവരുടെയൊക്കെ മൊഴി എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പിന്നീട് എന്തുകൊണ്ടാണ് അവരെ അതിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഈ മാനസിക വിദഗ്ധരുടെ സഹായം തേടി നൽകുകയോ ഒന്നും ചെയ്തില്ല എന്നതുമൊക്കെ കുടുംബാംഗങ്ങളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാൻ കഴിയാത്ത അത്ര ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഒരു ആത്മഹത്യയിലേക്ക് അവർ പോകുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് സഹായിക്കുന്ന ഒരുപാട് കരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഒരു ഡിപ്രഷനിലേക്ക് പോകാൻ പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട. കാരണം ഏതൊരു സമയവും പല രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. ഇത്തരം ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ ആരോരുമില്ലെന്ന് തോന്നൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരെ സംബന്ധിച്ച് അയൽവാസികളില്ല, ബന്ധുക്കളില്ല. ഒരു മരണമോ ഇതുപോലുള്ള ദുരന്തങ്ങളോ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത സാഹചര്യമുണ്ട്. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. അത് മകൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അല്ലെങ്കിൽ വാർദ്ധക്യകാലത്ത് ആരോരുമില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി നിങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അത് പ്രായം പോലും പരിഗണിക്കാതെ അല്ലെങ്കിൽ പ്രായം പോലും നോക്കാതെ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന നിരവധി വയോധികരുണ്ട്. അവരെയൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ അത്തരം ചിന്ത എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും മറുവശത്ത് അതിനൊരു പരിഹാരമുണ്ട്. നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടെന്നൊരു തിരിച്ചറിവാണ് മനുഷ്യർക്ക് വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.